നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയതിൽ പ്രകോപിതരായി CPM. ED ഉദ്യോഗസ്ഥരെ പാർട്ടിക്കാർ ആക്രമിച്ചത് നേതാക്കളുടെ മുന്നിൽ വെച്ച്. പിണറായി കേരളം ഭരിക്കുന്ന സമയത്ത് മകൾ CMRL കമ്പനിയിൽ നിന്ന് സേവനം നൽകാതെ പണം വാങ്ങിയെന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എങ്ങനെ പാർട്ടിക്കെതിരാകും? മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തം. കോടതി ഉത്തരവോടെയും നിയമപരമായ അനുമതികളോടെയും അന്വേഷണം നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ കായികമായി നേരിട്ടത് CPM നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു. ഇത് അതീവ ഗൗരവമുള്ള വിഷയം. ജനങ്ങൾ തോൽപ്പിച്ചതിലുള്ള കോപം തെരുവിൽ തീർക്കുന്ന CPM. അക്രമം കാട്ടിയവരെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിച്ച് പോലീസിനെ വെല്ലുവിളിക്കുന്ന ശൈലി ഇനിയും CPM ഉപേക്ഷിച്ചിട്ടില്ല. ED റെയ്ഡ് വന്നപ്പോൾ നിയമപരമായി നേരിടാതെ തെരുവ് ഗുണ്ടായിസം കാട്ടിയാണ് പ്രതികരിച്ചത്. കോടതി ഉത്തരവോടെ എത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് എന്തിന്റെ ഭയമാണ്? എന്താണ് മറയ്ക്കാനുള്ളത്? CMRL ഇടപാടിൽ ഉയർന്ന ആരോപണങ്ങൾ സാധാരണ രാഷ്ട്രീയ ആരോപണങ്ങളല്ല. കുടുംബത്തേക്കും അധികാര കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം എത്തിയപ്പോൾ CPMന്റെ ജനാധിപത്യ മുഖം പൊളിഞ്ഞു വീഴുന്നു. കേരളത്തെ ധാർമ്മികത പഠിപ്പിച്ച പാർട്ടിയുടെ നേതാക്കൾ ഇന്ന് അന്വേഷണ ഏജൻസികളെ കായികമായി തടയുന്ന ദൃശ്യങ്ങൾ രാജ്യം കാണുകയാണ്. ഒന്നും മറയ്ക്കാനില്ല എന്ന് പറയുന്ന CPM പിന്നെ എന്തിനാണ് ഈ ഭീതിയിൽ? എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടിലാണ് EDയുടെ അന്വേഷണം തുടരുന്നത്. അതിനിടെയാണ് പിണറായി വിജയന്റെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീടിലും റെയ്ഡ് നടന്നു. CMRലുമായി ബന്ധമുള്ള ആളുകളുടെ വീടുകളിലും റെയ്ഡ് ഉണ്ടായി. പക്ഷേ തിരുവനന്തപുരത്ത് കണ്ടത് തെരുവ് ഗുണ്ടായിസമാണ്. പിണറായി വിജയന്റെ വാടക വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത് അറിഞ്ഞെത്തിയ CPM പ്രവർത്തകർ നേതാക്കളുടെ സാന്നിധ്യത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? റോഡിൽ കുത്തിയിരുന്നു, വീടിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒടുവിൽ ED ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്നപ്പോൾ ഇഷ്ടിക കൊണ്ടാണ് അവരെ നേരിട്ടത്. കാറിന്റെ ചില്ലുകൾ അടിച്ചു പൊളിക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി. ഒരു വനിത ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇതുപോലും വകവയ്ക്കാതെയാണ് CPM പ്രവർത്തകർ ഈ ഗുണ്ടായിസം കാട്ടിയത്. കാറിന്റെ ചില്ലുകൾ തകർത്തു, ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. CPM പറയുന്ന ന്യായം ഇവിടെ പിണറായി വിജയനെ തൊടാൻ അനുവദിക്കില്ല എന്നാണ്. പക്ഷേ പിണറായി വിജയനെ തേടിയല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത് എന്നുള്ളത് മറ്റൊരു കാര്യം. മകൾ വീണ വിജയനിലേക്കാണ് EDയുടെ അന്വേഷണം വന്നുകൊണ്ടിരിക്കുന്നത്. CMRലുമായി വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി നടത്തിയ ഇടപാടുകളെക്കുറിച്ചാണ് ED അന്വേഷണം നടത്തുന്നത്. 2024 തുടങ്ങിയതാണ് EDയുടെ അന്വേഷണം. കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഇന്ന് അന്വേഷണം പുനരാരംഭിച്ചത്. അതിനിടെയാണ് ഈ റെയ്ഡ് നടത്തിയത്. ഇതിലെന്തിനാണ് CPM ഇങ്ങനെയുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്യുന്നത്? അന്വേഷണം നീങ്ങുന്നത് CPMന്റെ നേതാക്കളിലേക്കല്ല, പിണറായി വിജയന്റെ മകളിലേക്കാണ്. അതിൽ CPM എന്തിനാണ് തെരുവിൽ ഈ ഗുണ്ടായിസം കാട്ടുന്നത്? തിരുവനന്തപുരത്ത് മാത്രമല്ല, മറ്റിടങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് CPM പ്രതികരിച്ചത്. അല്പം മുമ്പ് പാലായിലും പ്രതിഷേധമുണ്ടായിരുന്നു. പാലായിൽ പ്രതിഷേധം നടത്താൻ കാരണം എക്സാലോജിക് CMRL ഇടപാടിൽ കോടതികളിലേക്ക് ഇത് കൊണ്ടുപോയത് ഷോൺ ജോർജ് ആണ്, BJP നേതാവ്. ഷോൺ ജോർജിനെതിരെയുള്ള പ്രതിഷേധമാണ് പാലായിലും കണ്ടത്. തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം ED ഉദ്യോഗസ്ഥർ 8 മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷം മടങ്ങിയപ്പോഴാണ് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അവർ പരാതി നൽകിയിട്ടുണ്ട്. CPM പ്രവർത്തകരെ, ഈ ആക്രമണം നടത്തിയ CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെയും CPM പ്രതിരോധിക്കുവാനാണ് ശ്രമിച്ചത്. പാർട്ടി ഓഫീസിലായിരുന്നു ഈ പ്രതികൾ ഉണ്ടായിരുന്നത്. അവരെ വിട്ടുകൊടുക്കുവാൻ CPMന്റെ നേതാക്കൾ തയ്യാറായില്ല. പിന്നീട് പോലീസുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കി പിൻവാതിലിലൂടെ അവരെ വെളിയിൽ വിട്ട്, അങ്ങനെ പാർട്ടി ഓഫീസിന് വെളിയിൽ വെച്ചാണ് അവരെ അറസ്റ്റ് ചെയ്തത്. എന്താണ് CPM ഈ കാട്ടിക്കൂട്ടുന്നത്? പിണറായി വിജയനെ തൊടാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ മകൾക്കെതിരെ നടത്തുന്ന അന്വേഷണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത് CPM? അതേപോലെ തന്നെ CPM ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് പിന്നാലെയാണ് ഈ റെയ്ഡ് നടന്നത്. അപ്പോൾ അവിടെ UDFും BJPയും തമ്മിലുള്ള ഒരു ഡീൽ എന്നുള്ള രീതിയിലാണ്. പക്ഷേ കോടതി ഉത്തരവ്, ഇന്നലത്തെ കോടതി ഉത്തരവ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇവിടെ CPM ചെയ്യുന്നത്. എന്തായാലും ഇത് തെരുവ് ഗുണ്ടായിസമാണ് CPM നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് എല്ലാ സമയത്തും പറയുന്നയാളാണ് പിണറായി വിജയൻ. അപ്പോൾ
സ്വന്തം പക്ഷത്തേക്ക് അന്വേഷണം നീളുമ്പോൾ എന്തിനാണ് ഈ അസഹിഷ്ണുത കാട്ടുന്നത്? ദൃശ്യങ്ങൾ ആ രീതിയിൽ ഉള്ളത് തന്നെയാണ്. ED ഉദ്യോഗസ്ഥരെ തടയുകയായിരുന്നു CPM-ന്റെ പ്രവർത്തകർ, അവരെ ആക്രമിക്കുകയായിരുന്നു, കായികമായി ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ആദ്യം ശ്രീ MV ഗോവിന്ദന്റെ പ്രതികരണം. എന്താണ് CPM ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. RSSും BJPയും സംഘപരിവാർ വിഭാഗങ്ങളും എത്രയോ കാലം വേട്ടയാടിയ, ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPIM-ന്റെ പ്രമുഖ നേതാവാണ് സഖാവ് പിണറായി. ആ പിണറായിക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ കടന്നാക്രമം വരുന്നത്. ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, അത് വ്യക്തിപരമായി പിണറായിക്കെതിരായിട്ടുള്ള കടന്നാക്രമമല്ല, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ്. ഈ കടന്നാക്രമത്തിനെതിരായി കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെയ്ഡ് നടക്കുന്ന കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ലോക്കൽ കേന്ദ്രങ്ങളിലുമെല്ലാം ജനങ്ങൾ സ്വമേധയാ പ്രകടനമായി പ്രതിഷേധമായി രംഗത്തിറങ്ങുകയാണ്. ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ 10,000-കണക്കിന് കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തിയുള്ള പ്രതിഷേധം നടക്കുകയാണ്. സമാധാനപരമായി നടക്കുന്ന ഇത്തരം പ്രതിഷേധങ്ങളാകെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പ്രത്യേകിച്ച് CPM-നെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സഖാവ് പിണറായി വിജയനെയും തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഇത്. ഈ പാർട്ടിക്കെതിരായി ഏതെല്ലാം സന്ദർഭത്തിൽ ഈ പാർട്ടിക്കെതിരായി കടന്നാക്രമം ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം ജനങ്ങളാണ് പ്രതിരോധിച്ചത്. പാർട്ടി നേതാക്കൾക്കെതിരായി പ്രതിരോധം തീർത്തതും ജനങ്ങളാണ്. ആ ജനത, കേരളത്തിലെ ഉത്ഭുതത നേടിയിട്ടുള്ള ജനത ഈ തെറ്റായ നിലപാടുകൾക്കെതിരായി, ഈ പകപോക്കലിനെതിരായി അതിശക്തമത്തായി മുന്നോട്ടേക്ക് വരുമെന്ന പ്രതിജ്ഞയാണ് ഈ സമരകേന്ദ്രത്തിൽ നമുക്ക് എടുക്കാനുള്ളത്. റെയ്ഡ് നടന്ന പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീടിന് മുന്നിൽ നിന്നാണ് MV ഗോവിന്ദൻ ഈ പ്രഖ്യാപനം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ CPM-ന്റെ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതും അവരെ കായികമായി ആക്രമിച്ചതും അവരുടെ കാറിന്റെ ചില്ലുകൾ തകർത്തതും. ഇപ്പോൾ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ സിബി സത്യൻ, ശ്രീ വെമ്പായം നസീർ, ശ്രീ MS വേണുഗോപാൽ എന്നിവർ ചേരുകയാണ്. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ രാഷ്ട്രീയമായ പകപോക്കൽ എന്നുള്ള പതിവ് പല്ലവിയാണ്. പക്ഷേ ഇതേ വിഷയത്തിൽ നേരത്തെ പാർട്ടി എടുത്തിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അവിടെ ഈ കേസ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരെയാണ്. അത് മകൾ നേരിട്ട് കൊള്ളും എന്നുള്ള ഒരു നിലപാട് കൂടി എടുത്തതായിരുന്നു പാർട്ടി. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനെ വേട്ടയാടുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ ഒരു കക്ഷിയേ അല്ലല്ലോ. ഇപ്പോൾ EDയുടെ റിലീസും വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2.78 കോടി രൂപയുടെ അനധികൃത ഇടപാട് CMRL-ഉം വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിൽ നടന്നു. അതേക്കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 50 ലക്ഷത്തിൻ്റെ വായ്പ അത് വീണ വിജയന് നൽകിയിരുന്നു എംപവർ സൊല്യൂഷൻസ്. അത് ഈ പറയുന്ന CMRL MD ശശിധരൻ കർത്തയുടെ മറ്റൊരു കമ്പനിയാണ്. അത് തിരിച്ചടച്ചിട്ടുമില്ല. അതപ്പോൾ ഒരു ഗിഫ്റ്റ് നൽകിയത് എന്ന രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള അന്വേഷണവും ഇതിലെ സാമ്പത്തിക ഇടപാടുകളും മണി ലോണ്ടറിങ്ങും ഒക്കെയാണ് അന്വേഷിക്കുന്നത്. അവിടെ പിണറായി വിജയനെ പ്രതിരോധിക്കും, ഞങ്ങൾ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരിക്കും ഗുണ്ടായിസം തന്നെയല്ലേ കാട്ടിയത് CPM ഇന്ന് തലസ്ഥാനത്ത്? ശ്രീ മഞ്ജുഷ്, തീർച്ചയായിട്ടും കേരളത്തിൽ സമീപകാലത്ത് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗുണ്ടായിസമാണ് ഇന്നൊരു സംഘടിത ആക്രമണം എന്ന നിലയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വാഹനങ്ങൾക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാർക്കെതിരെ ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ യാതൊരു വിധത്തിലുള്ള നിയമപരിപാലന സംവിധാനവും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, അഥവാ അത്തരത്തിലുള്ള സംവിധാനത്തിനെയെല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ ഒരു വിളയാട്ടം തന്നെ ഇന്ന് തലസ്ഥാനത്ത് ഉൾപ്പെടെ നടന്നത് എന്നുള്ളത് അത്യന്തം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു കണക്കിന് ആലോചിച്ച് നോക്കേണ്ടത്, ഒരുപക്ഷെ ഈ ഭരണം മാറിയ സമയത്ത് നമ്മളെല്ലാവരും തന്നെ ആശങ്കപ്പെട്ടിരുന്നത് ഇത് തന്നെയാണ്. ഒരു ചെറിയ വിഷയം മുതൽ ഒരു വലിയ വിഷയം വരെ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ തെരുവുകളെ കലാപ കലുഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം സംഘടിതമായി ശ്രമിക്കും എന്നുള്ള ഒരു ആശങ്ക ആ സമയത്ത് പലരും സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും അടക്കം പങ്കുവച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാവുകയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന റിയലൈസേഷൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ED അവരുടെ പ്രസ് റിലീസിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ്.
ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് CMRലും വീണയുമാണ് എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. വളരെ സുവ്യക്തമായിട്ട് അവരത് എഴുതിയിട്ടുണ്ട്. പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് CMRൽ കർത്തയാണ്, ഒപ്പം വീണ വിജയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ അന്വേഷണത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല, സുഗമമായിട്ട് അവർക്ക് അന്വേഷിക്കാമെന്ന് കേരള ഹൈക്കോടതി തന്നെ ഇന്നലെ തീരുമാനിച്ച് സ്റ്റേ വെക്കേറ്റ് ചെയ്യുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ആ വിഷയം തുടർന്ന് അന്വേഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണ നടപടികളുടെ ഭാഗമായിട്ട് റെയ്ഡ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ള റെയ്ഡ് നടത്തുന്നത് നേരത്തെ മുൻകൂട്ടി ഇവരൊക്കെ പറയുന്നത് പോലെ നോട്ടീസ് കൊടുത്തിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്കറിയാം. അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇന്ന് എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ അക്രമ സംഭവങ്ങളെ പോലും ലെജിറ്റിമൈസ് ചെയ്യുന്ന രീതിയിലത്തേക്ക് പ്രതികരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എല്ലാ കാലവും തനിക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്, ഇന്ന് കാണുന്നതും അതുതന്നെയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിനുള്ള പിന്തുണയായിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയണം. തങ്ങളുടെ ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള നിയമപരമായിട്ടുള്ള ജോലി ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്ന ഉദ്യോഗസ്ഥരെ അവരുടെ വാഹനം ആക്രമിക്കുന്നതിന്, അതിന് മുകളിലേക്ക് ഇഷ്ടികയും മറ്റും വലിച്ചെറിയുന്നതിന്, അവിടെയുള്ള ആൾക്കാരെ വധശ്രമത്തിന് വിധേയരാക്കുന്നതിന്, ആ വാഹനത്തിനെ തല്ലി പൊളിക്കുന്നതിൻ്റെ റിയർവ്യൂ മിറർ ഉൾപ്പെടെ തല്ലി തകർക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നതിനെ തനിക്കുള്ള പാർട്ടിക്കാരുടെ അകമഴിഞ്ഞ പിന്തുണയായിട്ടാണ് ശ്രീ പിണറായി വിജയൻ വ്യാഖ്യാനിക്കുന്നത് എങ്കിൽ അദ്ദേഹമായിരുന്നു ഇവിടുത്തെ പോലീസിന്റെ തലപ്പത്ത് 10 വർഷം എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ ശ്രീജിത് പണിക്കർ. ഇതിനു മുൻപ് പിണറായി വിജയൻ, ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ വിഷയം വന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് ഈ കാര്യങ്ങളായിരുന്നില്ല, അത് ആ കുടുംബം തീർക്കുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇവിടെ എങ്ങനെയാണ് മകളുടെ കാര്യത്തിൽ വന്നപ്പോൾ അത് പാർട്ടിക്കാർ തന്നെ പ്രതിരോധിച്ചോളും, തനിക്ക് വേണ്ടി കവചമൊരുക്കിക്കോളും എന്ന് പിണറായി വിജയൻ പറയുന്നത് എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇരട്ടത്താപ്പ്. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് ബിനീഷ് കോടിയേരി വിഷയത്തിൽ? അതൊന്ന് കേട്ടു നോക്കാം. ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണം, അത് സംബന്ധിച്ചുള്ള അന്വേഷണം, ആ അന്വേഷണം നടത്തുന്ന ഏജൻസിയുടെ കയ്യിലുള്ള വിവരങ്ങൾ എന്താണ് എന്നറിയാതെ അങ്ങനെയൊരു കമൻറ്റിലേക്ക് പോകാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CPIM തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് നിലപാടാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ഈ നിലപാടാണുള്ളത്. അതായത് ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയാതെ അതിനെക്കുറിച്ച് ഒരു മുൻകൂറായി ഒരു പ്രവചനം നടത്താൻ കഴിയില്ല. ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ CRPF സംഘം വന്നപ്പോൾ അവിടെ വലിയ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായി, കുടുംബത്തിൻ്റെ പ്രതിഷേധമൊക്കെ ഉണ്ടായി. അവിടെ അപ്പോൾ ഈ സംസ്ഥാന പോലീസ് സേന അവിടെ ഇടപെടൽ നടത്തുകയും CRPFനെ തടയാൻ ശ്രമിച്ചു എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അങ്ങേക്ക് എന്ത് സംബന്ധിച്ച് നിങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? പോലീസിൻ്റെ ഏതു തരത്തിലുള്ള ഇടപെടലാണ് അവിടെ ഉണ്ടായത്? അല്ല, ഇതിൽ അവർക്ക് ന്യായമായി ചില പരാതികൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ കുടുംബത്തിന് അവരതിൻ്റെ നിയമപരമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകാം. ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ. അതുമാത്രമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എന്ന് കാണേണ്ടതായിട്ടില്ല. അവർ സാധാരണഗതിയിൽ അന്വേഷണത്തിന് വന്നു. ആ വന്ന കാര്യത്തിൽ കുടുംബത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലവർക്ക് പരാതികളും ഉണ്ടായിട്ടുണ്ട്. അതാണ് നാം കാണേണ്ടത്. ഇതാണ് ബിനീഷ് കോടിയേരി വിഷയത്തിൽ അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചത്. ശ്രീ ശ്രീജിത് പണിക്കർ, വൈരുദ്ധ്യം പ്രകടമാണല്ലോ ഇപ്പോൾ. ഇത് അന്ന് കുടുംബകാര്യമായിരുന്നു, ഇന്നത് പാർട്ടിക്കാര്യമായി മാറിയിരിക്കുകയാണ്. പിന്നെ CPMന്റെ നേതാക്കൾ ഇന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് പിണറായി വിജയനെ അവിടെ തടഞ്ഞു വെച്ചു എന്നുള്ള കാര്യം. ഒരു വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ ആ വീട്ടിലുള്ളവരെ പുറത്തേക്ക് വിടില്ല എന്നുള്ള കാര്യം സാമാന്യമായി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്നിട്ടും CPM നേതാക്കൾ ആവർത്തിച്ച് ഇത് പറയുകയാണ്. അവിടെ അന്വേഷണം നടക്കുന്നത് വീണ വിജയനെതിരെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വീട്ടിലുണ്ടാകുമ്പോൾ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. ഇതല്ലേ യഥാർത്ഥത്തിൽ നടന്നത്? അതിനെയാണ് പർവ്വതീകരിച്ച് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നോക്കൂ, ഇതിൽ ഒരു ലീഗലായിട്ടൊരു റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരു കെട്ടിടത്തിനുള്ളിലുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് പോകാൻ അവർക്ക് അനുവാദമില്ല. അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കാനും അനുവാദമില്ല. ഇവിടെ ആ റെയ്ഡിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവിടെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ വീട്ടിലുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാനായിട്ട് അത് സാധ്യമല്ല. ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോളജാണ്. ആ നോളജ് പോലും ഇല്ലാത്ത പാർട്ടിക്കാരാണ് ആ വീടിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ആ വീടിനുള്ളിലേക്ക് ഇരച്ച് കയറുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിയമത്തിനെ കയ്യിലെടുത്തുകൊണ്ട് തങ്ങളുടെ നേതാവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയേക്കാൾ ഏതറ്റം വരെയും പോകും എന്ന് തെളിയിക്കാനാണ് ഇവരൊക്കെ തന്നെ ഇന്ന് ശ്രമിച്ചത്. അല്പം മുമ്പ് ശ്രീ പിണറായി വിജയൻ നേരത്തെ പ്രതികരിച്ചിരുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പ്രതികരണമായിരുന്നു മുമ്പ്
ബിനീഷിനെതിരെ തന്നെയുള്ള ആരോപണം വന്നിരുന്നപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം പറഞ്ഞത് ബിനീഷ് സർക്കാരിനോ പാർട്ടിക്കോ പ്രധാനപ്പെട്ട ഏതെങ്കിലും പദവികളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ ബിനീഷിന്റെ കുടുംബം നോക്കിക്കോളും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ്, നിലപാടാണ്. ഇവിടെ വീണ വിജയനെ ടാർഗറ്റ് ചെയ്യുന്നത് വഴി മുൻ മുഖ്യമന്ത്രിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ വേണ്ടപ്പെട്ടയാളാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, MLA ആണ് എന്ന് കരുതി അയാളുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ടുള്ള രേഖാമൂലമുള്ള ഇൻഫർമേഷൻ നമ്മുടെ നാട്ടിലെ ഏജൻസികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷിക്കേണ്ടതില്ല. അത്തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള പ്രബുദ്ധ ജനതയാണ് എന്ന മട്ടിലൊക്കെ ഗോവിന്ദൻ മാഷിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്ന് പ്രതികരിക്കുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രേരകമാവുകയുള്ളൂ. കാരണം ഇവിടെയുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനതയോ പാർട്ടിക്കാരോ ഒന്നും അല്ല തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികളും അവർ സമർപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയുമാണ്. ഇവിടെ ഇവരെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്താണ് ഒരു കോൺട്രാക്ട് എന്നതിനെക്കുറിച്ച്, എന്താണ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ വ്യാഖ്യാനിക്കുന്നതിനും ദുർവ്യാഖ്യാനിക്കുന്നതിനുമൊക്കെ ഇവർ ശ്രമിക്കുമ്പോൾ ഇവർ സത്യത്തിൽ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ശ്രീ VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതുകൊണ്ടല്ല, മറിച്ച് ഇന്നലെ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിനുണ്ടായിരുന്ന സ്റ്റേ വെക്കേറ്റ് ചെയ്തതുകൊണ്ടാണ് ഞൊടിയിടയിൽ തന്നെ മറ്റെന്തെങ്കിലും ഒരു നടപടിക്ക് വേണ്ടിയിട്ട് ഇതിലെ കക്ഷികൾ ആരെങ്കിലും പോകുന്നതിന് മുമ്പ് തന്നെ നിലവിൽ ലഭ്യമായിട്ടുള്ള പഴുതുപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അടച്ചൊരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ED തയ്യാറായത്. അതുകൊണ്ടാണ് 10 പ്രമിസസിൽ അവർ ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോയത്. അത് തന്നെയുമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും ലഘുതരമായിട്ടുള്ള കാര്യങ്ങളല്ല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, കോടതി തന്നെ കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചത് PMLA ഷെഡ്യൂൾ പ്രകാരമുള്ള അല്ലെങ്കിൽ PMLA പ്രകാരമുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ്, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട് എന്നതിനെക്കുറിച്ച് നേരത്തെ SFIO ആദ്യം സൂചിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എങ്കിൽ ഈ ഘട്ടത്തിൽ കേസ് പരിഗണിക്കുമ്പോൾ ആ ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് രേഖയുണ്ട് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവരെ നടന്ന എല്ലാ അന്വേഷണങ്ങളിലും ഇക്കാര്യം വന്നിട്ടുണ്ടല്ലോ, അത് കണ്ടെത്തിയിട്ടും ഉള്ളതാണ്. സേവനം നൽകാതെയാണ് ഈ പറയുന്ന 2.78 കോടി രൂപ സ്വീകരിച്ചത് എന്നുള്ള കാര്യം. ഓരോ മാസവും വീണ വിജയൻ 5 ലക്ഷം രൂപയും വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി 3 ലക്ഷം രൂപ വീതവും, അങ്ങനെ 2017 മുതൽ 2020 വരെ ആകെ 2.78 കോടി. ഇന്ന് EDയുടെ റിലീസിൽ 2.78 കോടി എന്നാണ്. നേരത്തെ ഇന്ററിം ഓർഡറിൽ ഇവിടെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വന്നിരുന്നത് 1.72 കോടി രൂപയായിരുന്നു. അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ED പറയുന്നത്. അതുമാത്രമല്ല 50 ലക്ഷം രൂപയുടെ വായ്പയും ഉണ്ട്, അത് തിരിച്ചടച്ചിട്ടില്ല ഇതുവരെ, അതും കർത്തയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീജിത്ത് പണിക്കർ, ഇവിടെ പിണറായി വിജയൻ ഇതൊരു കക്ഷിയല്ല എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് നടന്നത്. അപ്പോൾ പൊതുജനത്തിന് ബോധ്യമുണ്ട് എന്തിനു വേണ്ടിയാണ് ശശിധരൻ കർത്ത ഇത്രയും തുക ഒരു സേവനവും നൽകാത്ത വീണ വിജയന്റെ കമ്പനിക്കും വീണ വിജയനും നൽകിയത് എന്ന കാര്യം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന്. അത് തന്നെയുമല്ല മഞ്ജുഷ്, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ നിയമസഭയിലടക്കം ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കവേ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തൻ്റെ ഭാര്യ വീണയുടെ അമ്മ അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുത്തിട്ട് അതുകൊണ്ടാണ് വീണ വിജയൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്പനിക്കാണ് കർത്തായുടെ എംപവർ എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കമ്പനിയിൽ നിന്ന് തിരിച്ചടവിന് കൃത്യമായി സമയബന്ധിതമായിട്ടൊരു തിരിച്ചടവ് പോലും ഇല്ലാതെ 50 ലക്ഷം രൂപ ലോൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് അല്ലാതെയും അവർക്ക് മറ്റ് സോഴ്സസിൽ നിന്ന് ഇതേപോലെ കൃത്യമായിട്ട് പണം തിരിച്ചടയ്ക്കുക പോലും ചെയ്യാതെ പണം കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 2.25 കോടി രൂപ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് 182 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ, കമ്പനിയിൽ കഴിഞ്ഞ 7-8 വർഷത്തോളം ഒരാൾക്കും നിക്ഷേപകർക്ക് ഡിവിഡൻഡ് കൊടുക്കാതിരിക്കെ കർത്തായ്ക്കും മകനും 30 കോടി രൂപയുടെ പ്രതിഫലം കിട്ടിയിരിക്കുന്നു. പിന്നെ ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് തന്നെ പ്രഥമ ദൃഷ്ട്യാ ബോധ്യമായിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കർത്തായുടെ തന്നെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ സർവീസസിന്റെ ഭാഗമായിട്ട് CMRൽ നിന്ന് ഒരു 91 കോടി രൂപ കൊടുത്തതായിട്ടുള്ള മറ്റൊരു ആരോപണം കൂടി ഉണ്ട് എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ അത്തരത്തിലുള്ള ഫേക്ക് എക്സ്പെൻസസിൽ ഒരു ഭാഗം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളിന്റെ മകൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം തെളിവുകൾ പുറത്തു വന്നിരിക്കുന്ന സമയത്ത് അതിൽ അന്വേഷണം നടത്തുന്ന സമയത്ത് അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നും CPMനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നും ഞങ്ങൾ സംഘപരിവാരത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ മരുമകൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് കൂട്ടി വായിക്കുമ്പോൾ അതിലൊന്നും ഒരു സെൻസുമില്ല. അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷനാണ് അവർ കാണിച്ചിരിക്കുന്ന നിയമത്തിനെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി
തെരുവുകളെ സംഘർഷഭരിതമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് മട്ടിൽ ശരി, അത് തെളിയിക്കുകയായിരുന്നു ഇന്ന് ഈ CPM ആൾക്കാരെയൊക്കെ ചെയ്തത്. ശ്രീ വെമ്പായൻ നസീർ, ഇവിടെ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ, അത് കോടതിയുടെ അനുമതിയോടുകൂടി ഈ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് ഇതിനെ CPM തെരുവിൽ നേരിടുന്നത്? ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഈ റെയ്ഡിൽ എന്താണ് കണ്ടെത്തിയതെന്ന്. ഈ റെയ്ഡ് എന്ന് പറയുന്നത് അന്വേഷണ നടപടിക്രമത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അതിൽ ചിലപ്പോൾ വലിയ വിവരങ്ങൾ കണ്ടെത്തിയേക്കാം, ചിലപ്പോൾ കണ്ടെത്താതെ വരികയും ചെയ്യും. ഇവിടെ ED ഉദ്ദേശിച്ച് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവർ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, രേഖകൾ കിട്ടിയിട്ടുണ്ട് അവർക്ക്. അതവർ പരിശോധിക്കും, വിലയിരുത്തും, തുടർന്ന് അടുത്ത നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അതിനെന്തിനാണ് ED ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ട്, അവരെ തെരുവിൽ നേരിട്ടുകൊണ്ട്, അവരെ കല്ലെറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്? വികലമായ രീതിയിലാണ് CPMന്റെ ഇന്നത്തെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അല്ല, നോക്കൂ, ഇവിടെ ഇന്ന് നടന്ന ഈ ED അന്വേഷണം സത്യത്തിൽ 10 വർഷം ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ഈ കേരളം ഭരിച്ചപ്പോൾ ഇതുവരെ വരാത്ത EDയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം ഇപ്പോൾ അദ്ദേഹം ഭരണം നഷ്ടമായപ്പോൾ, പ്രതിപക്ഷത്തായപ്പോൾ ഒരു വേട്ടയാടുന്നത് പോലെ ചാടി വീഴുകയല്ലേ ചെയ്യുന്നത്. പിണറായി വിജയനെതിരെ ഒരു അന്വേഷണം പിണറായി വിജയനെതിരെ അല്ല, പിണറായി വിജയന്റെ മകൾക്കെതിരെയാണ്. ഞാനൊരു കാര്യം പറയാം, ഇന്നലെയാണ് കോടതി അത് വെക്കേറ്റ് ചെയ്തത്. അല്ല, കോടതിയിൽ നിന്ന് അനുമതി കിട്ടിയത് ഇന്നലെയാണ്. പിന്നെ ED കാത്തിരിക്കണോ? പിന്നെ ഈ എക്സാലോജിക് കമ്പനി ആരെ ഉടമസ്ഥയിലുള്ള? വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ളതാണ്. ഈ SFIO ഈ കേന്ദ്ര ഏജൻസിയുടെ കീഴിലാണിത്. കേന്ദ്ര ഏജൻസി SFIO എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിൻ്റെ അവരുടെ ആജ്ഞാനുവർത്തികളായ, അവരുടെ വിനയദാസന്മാരായ ഉദ്യോഗസ്ഥർ നയിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷനാണ് SFIO. അത് നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ്. അതിനൊന്നും വ്യക്തമല്ലേ വേട്ടയാടുന്നതെന്നുള്ള കാര്യം? ഇത് കേന്ദ്രത്തിൻ്റെ വേട്ടയാടലാണ്. ഈ 10 സ്ഥലത്തും വന്ന് ചാടി വീഴുന്നത് പോലെ. നേരത്തെ SFIO സാർ, ഈ SFIO നേരത്തെ അന്വേഷിച്ചിട്ട് ഇതിനൊരു തെളിവില്ലാതെ കളഞ്ഞ കേസാണ് ഈ കേസ്. കളഞ്ഞിട്ടൊന്നുമില്ല. SFIO കണ്ടെത്തിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ സേവനം നൽകാതെയാണ് ഇത്രയും തുക കൈപ്പറ്റിയിരിക്കുന്നത് എന്നത് തന്നെയാണ്. അത് ഓരോ മാസവും 5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ വീണ വിജയനും 3 ലക്ഷം രൂപ വീതം എക്സാലോജിക്കും കൈപ്പറ്റിയിരിക്കുന്നു 17 മുതൽ 20 വരെ, 2017 മുതൽ 20 വരെ. ഇത് SFIO കണ്ടെത്തിയ കാര്യമാണ്, തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. EDയുടെ അന്വേഷണം അതിന് ചുവട് പിടിച്ചാണ് നടക്കുന്നത്. മണി ലോണ്ടറിംഗ് ആണ്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ SFIO എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി, അതായത് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്ന, അവർ ചാടിക്കടിക്കട കൊച്ചിരാമ, ചാടിക്കളി കുഞ്ഞിരാമ എന്ന് പറയുന്നത് പോലെ കേന്ദ്രത്തിന് അവരുടെ ആജ്ഞാനുവർത്തികളായ ഉദ്യോഗസ്ഥർ നയിക്കുന്ന ഒരു വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നയിക്കുന്നതാണ് SFIO ഉദ്യോഗസ്ഥന്മാർ. അവർ ഏതൊരു കമ്പനിയും ജസ്റ്റ് ഒന്ന് പരാതി കൊടുത്താൽ SFIO അന്വേഷിക്കും. പക്ഷേ ഇവിടെ ഈ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേട്ടയാടലാണ്, രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ വേട്ടയാടലാണ്. 10 വർഷം കേരളം ഭരിച്ച ഈ മുഖ്യമന്ത്രി ഭരണം നഷ്ടപ്പെട്ടിട്ട് ഒരാഴ്ചയായില്ല. ഒരാഴ്ചയായില്ല. അതിനു മുമ്പ് എന്താണ് കേന്ദ്രത്തിനെ ഉപയോഗിച്ചുകൊണ്ട്, ഈ SFIO പോലുള്ള അന്വേഷണ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് പിണറായി അങ്ങ് 2024 പിണറായി തളർത്തുന്ന കാര്യമല്ല, പിണറായി തളർന്നിരിക്കുന്ന സമയം തന്നെയാണിത് രാഷ്ട്രീയമായി. ഈ 2024 SFIO ED അന്വേഷണം തുടങ്ങിയതാണ്. പിന്നീടുള്ള നിയമ നടപടികളിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു. ഈ പറയുന്ന CMRL കോടതിയിൽ പോയി, അങ്ങനെ അവർ അനുകൂലമായ വിധി സമ്പാദിച്ച് ഇത് ഫ്രീസ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്ന്. അപ്പോൾ ഉടനെ അന്വേഷണം വന്നു, റെയ്ഡ് വന്നു. അതിലെന്ത് രാഷ്ട്രീയ വേട്ടയാടലാണ് വരുന്നത്? മറ്റൊരു കാര്യം, ഈ VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് വന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർക്കുന്ന CPMന്റെ നേതാക്കളെ കണ്ടു. ആരെ വിശ്വസിപ്പിക്കാനാണ്? മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണ്, തിരിച്ചു വന്നാന്നറിയില്ല. ഇപ്പോൾ ഡൽഹിയിലാണ്. അപ്പോൾ എവിടെ എന്തൊക്കെയോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാന്യനായ പ്രധാനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് 1/2 മണിക്കൂർ തികഞ്ഞില്ല. മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇതുപോലെ ED വരുന്നു, ഇരച്ച് കയറുന്നു, ബഹളമുണ്ടാക്കുന്നു. 10-75 വയസ്സായ ഒരു മനുഷ്യനെ എത്ര നേരം ഇവിടെ തടഞ്ഞു വെച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ക്വസ്റ്റ്യൻ ചെയ്യും. നേരത്തെ കളഞ്ഞിട്ട് പോയതല്ലേ.
നേരത്തെ കളഞ്ഞിട്ട് പോയതല്ലേ ഇതിനകത്ത് ഒരു ഒരു കളഞ്ഞിട്ട് പോയില്ലല്ലോ താങ്കൾക്ക് അതിനെപ്പറ്റി അല്ലല്ല ഒരു കളഞ്ഞിട്ട് പോയുമില്ല. ശ്രീ സിബി സത്യൻ, ഇതൊരു പ്രതിരോധമായിരുന്നു. വി ഡി സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് ഈ റെയ്ഡ് നടന്നത് എന്ന്. ഇത് ഇത്രയും വിശ്വസിപ്പിക്കാൻ പറ്റാത്ത ഇത്തരം പ്രതിരോധങ്ങൾ, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് CPM നേതാക്കൾക്ക് പറയുവാൻ കഴിയുന്നത്? ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ഈ ഉത്തരവ് വന്നത് വി ഡി സതീശൻ പോയി പ്രധാനമന്ത്രിയെ കണ്ടതുകൊണ്ടാണോ? മഞ്ജുഷ, അതിൽ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാം. ആദ്യത്തേത്, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിയിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരുന്ന ഒരു വരിയുണ്ട്. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു വലിയ പ്രമുഖന്റെ അടുത്ത ബന്ധുവായത് കാരണമാണ് ഈ എമൗണ്ട് വീണ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തത് എന്ന് അതൊരു മാസപ്പടിയായിട്ട് കരുതണം എന്നുള്ള രീതിയിലുള്ള അർത്ഥം വരുന്ന ഒരു ജഡ്ജ്മെന്റ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്ത് നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ അല്പം പുറകോട്ട് പോകേണ്ടതുണ്ട്. അതായത് ആ പുറകോട്ട് പോകൽ കേരളത്തിലെ മാധ്യമങ്ങൾ അധികം അന്വേഷിക്കാത്ത ഒരു കാര്യമാണ്, ചെയ്യാത്ത ഒരു കാര്യമാണ്. എന്തിനായിരിക്കും ശശിധരൻ കർത്ത എന്ന് പറയുന്ന മനുഷ്യൻ, CMRL ഉടമസ്ഥനായ മനുഷ്യൻ, എല്ലാ മാസവും ഒരു പ്രത്യേക തുക മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഇനി മാസപ്പടിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ കൊടുക്കുന്നത് എന്തിനായിരിക്കും എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നത്? തെളിവുണ്ടോ സാറേ? സാറെ വെറുതെ അങ്ങ് ചാനലിൽ ഒരു കോടതി വിധിയിൽ പറഞ്ഞ അതൊരു വിധിയാണ്. ഇത് കോടതി വിധിയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോടതി വിധിയിൽ പറഞ്ഞ കാര്യമാണ്. അതെ അതെ. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ശശിധരൻ കർത്ത എന്ന പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് ആലപ്പാട്, കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് ആലപ്പാട് എന്ന് പറയുന്ന ഗ്രാമത്തില് കരിമണൽ ഖനനം വൻതോതിൽ നടക്കുമ്പോൾ അതിനെതിരെ ഒരു സമര പരിപാടി നടന്നിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഈ ശശിധരൻ കർത്ത എന്ന് പറയുന്ന പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് എനിക്ക് 100% ഉറപ്പില്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് അവിടുത്തെ ഓരോ മണൽ പാസും, ഒരു മണൽ പാസിന്റെ പുറത്ത് കടത്തുന്ന നമ്പർ ഓഫ് ലോറികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതിന് പകരം ഇതിലെ പാതിയിലേറെ ലോറികൾ ഇത് എറണാകുളം ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് ഇന്ത്യൻ റെയർ എർത്ത്സും KMML അടക്കമുള്ള മണ്ണെടുക്കുന്ന കമ്പനികളുടെ മണ്ണ്, ഈ കരിമണൽ പകുതിയിലേറെ എറണാകുളം ഭാഗത്തേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടപടി, ഈ പരിപാടി അതിഗംഭീരമായി നടത്തുന്നതിനും അതിന് സർക്കാർ കണ്ണടയ്ക്കുന്നതിനുമാണ് ഈ പ്രതിഫലം കൊടുക്കുന്നത്. സത്യത്തിൽ വളരെ വിശദമായ കേസന്വേഷണം നടത്തേണ്ട ഒരു ഏരിയയാണ്. കാര്യമാണ് ശ്രീ സിബി സത്യൻ, പുതിയ കാര്യമല്ല. റോ മെറ്റീരിയൽ CMRL കിട്ടിക്കൊണ്ടിരുന്നത് ഈ വഴി തന്നെയാണ്. അവിടെ അദ്ദേഹം ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് CMRL ഉദ്യോഗസ്ഥർ കൊടുത്ത മൊഴി കൂടിയാണ്. ചീഫ് ഫിനാൻസ് ഓഫീസറും അതുപോലെ തന്നെ ചീഫ് ജനറൽ മാനേജറും കൊടുത്ത മൊഴിയുണ്ട്. ഞങ്ങൾ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇങ്ങനെ പണം കൊടുക്കാറുണ്ട് എന്ന്. അവിടെ PV ആണല്ലോ പിണറായി വിജയൻ എന്ന രീതിയിൽ നമ്മളെല്ലാം പറഞ്ഞു അത് പിണറായി വിജയനാണ്. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. പിണറായി വിജയൻ പറയുന്നത് നാട്ടിൽ എത്രയോ വിജയന്മാരുണ്ട് എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അറിയാമല്ലോ അത് PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും വീണ വിജയനും എക്സാലോജിക് കമ്പനിയും മേടിച്ച പണത്തിന്റെ വിവരവും ഉണ്ടായിരുന്നു. അതായത് ഈ ബിസിനസ് ചെലവുകളാണ് ഇതെല്ലാം എന്ന് CMRL പറഞ്ഞ് അവരുടെ കമ്പനി ചെലവായി കൂട്ടി അത് നികുതി വെട്ടിക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷെ അത് തടയുകയായിരുന്നു ആദായ നികുതി വകുപ്പ് ചെയ്തത്. അങ്ങനെയാണ് തർക്കപരിഹാര ബോർഡിൽ ചെന്നപ്പോൾ വിധി CMRL അനുകൂലമായിരുന്നില്ല. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എക്സാലോജിക് ഇടപാട് വരികയും ചെയ്തു. ഇതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ആദായ നികുതി കേസിൽ ആകെപ്പാടുള്ള ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് ഇത്ര മാത്രമായിരുന്നു. അതായത് CMRL ഒരുപാട് ചെലവ് കൂട്ടി കാണിച്ചു. അപ്പൊ അതുകൊണ്ട് അവര് ടാക്സ് കുറച്ചാണ് അടച്ചത് പ്രോഫിറ്റിന്റെ മുകളിൽ. അപ്പൊ അതല്ല, കൂടുതൽ ടാക്സ് അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു കേസ്. അപ്പൊ അതിന്റെ പുറത്താണ് ഇത്രയും വലിയൊരു വിവാദത്തിലേക്ക് നയിച്ചത്. ഇനി നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മഞ്ജുഷ, നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കേന്ദ്ര ഏജൻസികൾ സത്യത്തിൽ കൈയയച്ച് അന്ന് പിണറായി വിജയനെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ വിധി വന്നിട്ട് ഏതാണ്ട് 6 മാസം വരെ ഒരൊറ്റ കേന്ദ്ര ഏജൻസി, കാരണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് ഇതിനെ ഫർദർ അന്വേഷിക്കാനുള്ള ഉത്തരവിടാനുള്ള അധികാരമില്ല. അപ്പം അവരുടെ കേസ് എന്ന് പറയുന്ന ടാക്സ് കേസിൽ ഉത്തരം പറയുക എന്നുള്ളത്, വിധി പറയുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പൊ അതിനുശേഷം ഇത്രയും വലിയൊരു ആരോപണം ഒരു ജഡ്ജ്മെന്റിൽ വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത അന്വേഷണം നടക്കാൻ 6 മാസം വേണ്ടി വന്നു. അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം SFIO ഈ കേസ് ഏറ്റെടുത്ത് ഏതാണ്ട് 6-7 മാസത്തിന് ശേഷമാണ്. അതായത് കയ്യയച്ച സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായി. എന്നിട്ട് തന്നെ വളരെ സ്ലോവിലായിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ഇന്ന് ഈ നടക്കുന്ന റെയ്ഡിനെ സംബന്ധിച്ച് എനിക്ക് 2 അഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന്, ഇത്രയും നാൾ കൈയയച്ച് ശ്രീ പിണറായി വിജയനെ സഹായിച്ച കേന്ദ്ര സർക്കാർ അധികാരം തീർന്നപ്പോൾ അദ്ദേഹത്തെ ഒന്നുകിൽ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്.
ഇനി രണ്ടാമത്തത്, ഈ റെയ്ഡിന്റെ ഏറ്റവും വലിയ അതെ അതുണ്ട് അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. രണ്ടാമത്തെ കേസ് പക്ഷേ കോടതി ഇടപെടുന്നതിന് മുമ്പ് ഈ റെയ്ഡ് നടക്കാമായിരുന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ പക്ഷേ അന്വേഷണം നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കോടതി ഇടപെട്ടിരുന്നുവല്ലോ. അല്ല, ഇടപെടുന്നതിന് മുമ്പ് ഇത് നടത്താമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഇന്നെടുത്ത് നോക്കുമ്പോൾ ഈ സംഭവത്തിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ആരാണ്? ഈ റെയ്ഡിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ആരാണ്? ഇന്നത്തെ നിലയിൽ ശ്രീ പിണറായി വിജയനാണ്. കാരണം കേരളത്തിലെ CPM-ന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മുതൽ, ഏരിയ കമ്മിറ്റി മുതൽ, ലോക്കൽ കമ്മിറ്റി മുതൽ, ജില്ലാ കമ്മിറ്റികളടക്കം ചവിട്ടി തേക്കുകയാണ് ശ്രീ പിണറായി വിജയനെയും ശ്രീ MV ഗോവിന്ദനെയും. അവരുടെ മോശപ്പെട്ട പ്രവർത്തികളുടെ പേരിൽ, അവരുടെ അഹങ്കാരത്തിന്റെ പേരിൽ, അവർ പറഞ്ഞ വാക്കുകളുടെ പേരിൽ പിണറായി വിജയനെ രണ്ടാമത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അവരോധിച്ചതിനെതിരെയൊക്കെ ഈ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും അടക്കം ചവിട്ടി തേച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഈ പറഞ്ഞ ഈ റെയ്ഡ്, ഇന്ന് നടന്ന റെയ്ഡ് വീണ വിജയനെതിരെ, പിണറായി വിജയൻ അതിനകത്ത് കക്ഷി പോലുമല്ല, പക്ഷേ വീണ വിജയനെതിരെ നടന്ന ഈ റെയ്ഡിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറിയായി മാറിയിരിക്കുന്നു ശ്രീ പിണറായി വിജയൻ. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പന്തം കൊളുത്തി പ്രകടനം നടത്താൻ ശ്രീ MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ റെയ്ഡ് പിണറായി വിജയനെ നിലവിൽ ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റോമിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത്, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഒന്ന് മാറ്റി പറയണം. അതായത് കറിവേപ്പില പോലെ അദ്ദേഹത്തെ എടുത്ത് കളയുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തെ പൊളിറ്റിക്കലായിട്ട് സഹായിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയും വലിയ ഈ പറഞ്ഞ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ പറ്റുമോ ശ്രീ സിബി സത്യൻ? ഈ ഘട്ടത്തിൽ പിണറായി വിജയനെതിരെ ഇങ്ങനെ നടപടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ലേ പാർട്ടിയിലുള്ള ആളുകൾ? കാരണം അത്രയും വലിയൊരു അടി പിണറായി വിജയന് കിട്ടിയത് പാർട്ടിക്കാർ കൂടി വിചാരിച്ചത് കൊണ്ടാണ്. അവർക്ക് പെട്ടെന്ന് പിണറായി വിജയനോട് ഒരു സിമ്പതി വരുവാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ കേസ് CPM-ന്റെ തോൽവിക്ക്, LDF-ന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. അതെ അതെ മഞ്ജുഷേ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വികാരങ്ങളുടെ ഒരു കളിയാണ്, മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് പിണറായി വിജയനെതിരെ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. പിണറായി വിജയനെ ഈ പറഞ്ഞതുപോലെ ഒരു പതനം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട്. ഇപ്പൊ അതൊന്ന് ആ ഗ്യാലറിക്ക് വേണ്ടി കളിച്ചൊരു കളി, അപ്പൊ അവർക്ക് സന്തോഷമായി. പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ ബേസ് സ്റ്റെബിലൈസ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് CPM-ന്റെ ശക്തി പ്രകടനമാണ്. അതായത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ എല്ലാ കമ്മിറ്റികളും പന്തം കൊളുത്തി പ്രകടനം നടത്തണമെന്ന് പാർട്ടി സെക്രട്ടറി ആഹ്വാനം ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ ചെയ്തേ പറ്റൂ, നിങ്ങൾ പാർട്ടിക്കാരനാണെങ്കിൽ. അങ്ങനെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുന്ന ഈ പരിപാടി, ഈ പന്തം കൊളുത്തി പ്രകടനം ആത്യന്തികമായിട്ട് പാർട്ടിയെ അല്ല ശക്തിപ്പെടുത്തുന്നത്, മറിച്ച് പിണറായി വിജയനുള്ള പിന്തുണയെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനത്ത് അദ്ദേഹം വന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് വന്ന പ്രതിഷേധത്തിന്റെ വലിയൊരു സ്വരത്തെ അടിച്ചമർത്താൻ ഈ പരിപാടിക്ക് സാധിക്കും എന്ന് നമുക്ക് സാധാരണഗതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. MS വേണുഗോപാൽ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇന്ന് മുഷ്ടി ചുരുട്ടിയാണ് പിണറായി വിജയൻ വീടിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്, ED ഉദ്യോഗസ്ഥർ പോയതിന് ശേഷം. അതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു, ഈ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ തളർത്താൻ നോക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പായി മാറുന്നുണ്ടോ? താങ്കളുടെ വിലയിരുത്തൽ സിബി അങ്ങനെ പറയുകയാണോ? സിബി പറഞ്ഞതിന് ഞാൻ 90% യോജിക്കുകയാണ്. കാരണം വളരെ തളർന്ന് അവശനായി താൻ തന്നെ നിയോഗിച്ച ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെ അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വളരെയധികം തളർന്ന് അവശനായി നിന്ന ഒരു രാഷ്ട്രീയമായാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായി അവശനായി നിന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു നേതാവിൻ്റെ ഒരു കിരീടം അണിയിച്ചു കൊടുക്കുകയാണ് ഈ ഇവൻ്റ് ഒന്നാമതായി നടത്തിയത്. അതുവഴി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നോടൊപ്പം നിൽക്കാത്ത കുറേ പേരെ കൂടെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഞാൻ പറയുന്നത് അനുഭാവികളല്ല, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരല്ല. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിനെ ഒരു 50% അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് പറയാതെ പറയുകയും കൂടെയാണ് ഇന്ന് ചെയ്തത്. പാർട്ടി ഓഫീസിൽ കയറി അവിടുത്തെ പ്രതികളെ പിടിക്കാൻ പോയത് അവരെ അകത്തോട്ട് കയറാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പാർട്ടി ഓഫീസിൽ നിന്ന് പിടിച്ചു എന്ന് റെക്കോർഡ് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പോലീസ് നിന്ന് മാറിയിരിക്കുകയാണ്. കാരണം അവിടുന്ന് ഇറക്കി വിട്ട് വേറെ കുറച്ച്
100 മീറ്റർ അപ്പുറത്തോട്ട് പോയി പാളയം ജംഗ്ഷനിൽ വെച്ച് ഞങ്ങൾ ഇവരെ സാഹസമായി പിടികൂടിയെന്നേ ഇനി പോലീസിന് പറയാൻ കഴിയുള്ളൂ. അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, തികഞ്ഞ പരാജയം എന്ന് മാത്രമല്ല ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ നൽകാൻ കഴിയാത്തതും ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്, ഒരു സംശയമില്ല. ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി RC ആണെങ്കിലും ഇന്ന് ആഭ്യന്തര വകുപ്പിന്റെ യഥാർത്ഥ മന്ത്രി ശ്രീ പിണറായി വിജയനാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ADGP, ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP പാർട്ടിയുടെ ലോക്കൽ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ വന്നു നിന്ന് കെഞ്ചുകയാണ്, അവരെ ഞങ്ങൾക്കൊന്ന് വിട്ടു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. പ്രതികൾ അവിടെ ഉണ്ടെന്നറിയാം, നിരവധി ക്യാമറ പിക്ചേഴ്സ് അവരുടെ ഇരിക്കുകയാണ്, സ്റ്റിൽ ചിത്രങ്ങളുണ്ട്. എന്നിട്ട് പോലും അത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇവരൊക്കെയാണ് പ്രതികൾ, ഇത്രയും പേര് അകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തുണ്ടാവാം, തരികില്ല എന്നുള്ള നടപടിയാണ് നടത്തിയത്. അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ 2 കൂട്ടരെയാണ് വിറപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, തൻ്റെ പാർട്ടിയിൽ തനിക്കെതിരെ നിൽക്കുന്നവരോടൊന്ന് വിറപ്പിച്ചിരിക്കുകയാണ്, കണ്ടോടാ എൻ്റെ കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന്, വേണ്ടി വന്നാൽ ADGPയെ മാത്രമല്ല നിങ്ങളെയൊക്കെ എനിക്ക് വരട്ടാൻ കഴിയും. രണ്ടാമത്തേത്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൂടി ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്, പഴയ കഥ മറന്നു പോകരുത്, 50,000 പേരെ സെക്രട്ടേറിയറ്റിന് ചുറ്റും നിർത്തി വളച്ചു നിർത്തി 1-നും 2-നും പോകാൻ പറ്റാത്ത ഗതി ഞാൻ ഉണ്ടാക്കും, സൂക്ഷിച്ചോ. TP ചന്ദ്രശേഖരൻ വധം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി കുഞ്ഞനന്ദൻ്റെ മുകളിലേക്ക് അന്വേഷണം പോയില്ല. ആ പോകാതിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഇതുപോലൊരു ജനകീയ മുന്നേറ്റം എന്ന് ഞാൻ പറയില്ല, അത് സംഘടിതമായ ഒരു ഗ്രൂപ്പിൻ്റെ മുന്നേറ്റം അവിടെ ഉണ്ടായി. ആ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നു. 5000 പേര് ഓരോ ജില്ലയിലും ഞാൻ വിചാരിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വേറൊന്നും കൂടെ ഉണ്ട്, കേന്ദ്രത്തിൽ നിന്ന് മെഷീൻ ഗണ്ണുമായി വന്ന EDയെ ഞങ്ങൾ കല്ലും കട്ടയും എടുത്ത് എറിഞ്ഞ് ഓടിച്ചു. അതുകൊണ്ട് കേരളത്തിലെ ഈ തെറിക്കുന്ന തൊപ്പിയും വെച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരെ ADGP ആയാലും DGP ആയാലും ഒരു കാര്യം മനസ്സിലാക്കൂ, ഞങ്ങളുടെ മുമ്പിൽ ഇട്ടില്ലെങ്കിൽ അധികം നാളൊന്നും ഇവിടെ പോകാൻ കഴിയും. താങ്കൾ പറഞ്ഞ ദൃശ്യം ഇതാണ്. CPMന്റെ നേതാക്കൾ ADGPയുമായി തർക്കിക്കുന്നതാണ്. ആ സമയത്ത് പാർട്ടി ഓഫീസിൽ ഈ കല്ലെറിഞ്ഞ പ്രതികൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒന്ന് കേട്ടു വെക്കാം അവരുടെ തർക്കം. ഈ തർക്കം നടക്കുന്ന സമയത്ത് പാർട്ടി ഓഫീസിൽ പ്രതികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം CPM നേതാക്കളും പോലീസും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നു. പാർട്ടി ഓഫീസിന് വെളിയിൽ വെച്ച് ഈ പ്രതികളെ പിടികൂടാം, കല്ലെറിഞ്ഞ പ്രതികളെ പിടികൂടാമെന്ന്. അങ്ങനെ പോലീസ് വാഹനം വന്ന് അവരെ കയറ്റിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. ഇത് കേരള പോലീസിന് നാണക്കേടാണ്, ആഭ്യന്തര വകുപ്പിനും നാണക്കേടാണ്. ഇവരെ പിടികൂടുന്നതിന് വേണ്ടി CPMുമായി ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം. പക്ഷേ അവരെ പിടികൂടി എന്ന കാര്യത്തിൽ വേണമെങ്കിൽ കേരള പോലീസിന് അഭിമാനവും പറയാം, ഇല്ലേ? അവര് ഉടൻ തന്നെ പിടികൂടി. അവര് പറഞ്ഞു പാർട്ടി ഓഫീസിൽ നിന്ന് പിടിക്കാൻ ഒക്കില്ല. അതായത് കോടതിയിൽ റിപ്പോർട്ട് വരുമ്പോൾ പാർട്ടി ഓഫീസിൽ കയറി പിടിച്ചു എന്ന് വരാൻ പാടില്ല. പാർട്ടി ഓഫീസിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ പല നേതാക്കളും അകത്താകും. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പ്രതിയായി വരും. ഇതിനകത്ത് പാർട്ടിയിൽ നിന്നല്ല പിടിച്ചു, കുറേ ക്രിമിനൽസ് അവിടെ ഉണ്ടായിരുന്നു. ആ ക്രിമിനൽസ് EDയുടെ കാറിനെ ആക്രമിച്ചു. അവർ പാളയം ജംഗ്ഷനിലിട്ട് പിടിച്ചു. കുറച്ചുകൂടെ അപ്പുറത്ത് ഞങ്ങളുടെ ഓഫീസിൻ്റെ അപ്പുറത്ത് കുറച്ച് മാറി പിടിച്ചു. ഇത് നാളെ പാർട്ടിയുടെ വക്കീൽ വാദിക്കുന്ന ഇതായിരിക്കും. ഒരു പക്ഷേ പോലീസിനും ഇതേ കൊടുക്കാൻ കഴിയുള്ളൂ. പാർട്ടി ഓഫീസിനകത്ത് കയറി ഞങ്ങൾ പിടിച്ചു എന്ന് കൊടുക്കാൻ പറ്റുമോ? FIRൽ കൊടുക്കാൻ പറ്റില്ല. EDക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെ FIRൽ അവർ കൊടുക്കുന്നത് അതായിരിക്കില്ല. ഞങ്ങൾ പാർട്ടി ഓഫീസിൽ കയറി പിടിച്ചു എന്ന് എഴുതാൻ പറ്റില്ല. അവർക്ക് എഴുതാൻ പറ്റും ഞങ്ങൾ പാളയം ജംഗ്ഷനിൽ വെച്ച് സാഹസികമായി ഉരുട്ടി കൂട്ടി പിടിച്ചു. അപ്പോൾ ഈ 12 പേരിൽ ഒതുങ്ങും ഈ കേസ്. അതല്ലെങ്കിൽ മുകളിലോട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞനന്ദൻ അപ്പുറം പോയില്ല. ഇവിടെ ഈ നിയമ ഏരിയ സെക്രട്ടറിക്ക് അപ്പുറം ഇത് പോവില്ല, അതവിടെ നിൽക്കും. അതിനാണ് ഈ കളി കളിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുണ്ട്. ഇന്ന് ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അവിടെ ഒരു സംഘർഷം നടക്കാൻ പോവുകയാണ്. CPMന്റെ പ്രവർത്തകർക്ക് നേരെ BJPക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറൊന്നും കൂടെ അതിനകത്ത് തെളിയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ BJPക്കാരെ നേരിടുന്നത് ഞങ്ങളാണ്, ന്യൂനപക്ഷങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത വോട്ട് വെറുതെയാണ്. ഈ ഭീരുക്കൾക്കാണ് നിങ്ങൾ വോട്ട് കൊടുത്തത്. ആ വോട്ട് കൊണ്ട് യാതൊരു പ്രയോജനം വരാൻ പോകുന്നില്ല. അടുത്ത 2029 ഇലക്ഷനിൽ ഞങ്ങൾക്ക് തിരിച്ച് വോട്ട് തരും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് വീഴും എന്നൊരു സൂചനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ദുർബലമായി 35 സീറ്റുമായി നിന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന്
70 സീറ്റിലെത്തിയിരിക്കുകയാണ്. ശരി, ശ്രീത് പണിക്കർ, വീണയ്ക്കെതിരെയുള്ള കേസ് പിണറായി വിജയൻ ഏറ്റെടുത്തു, അങ്ങനെ പാർട്ടിക്കാരെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തു. ഇങ്ങനൊരു നിരീക്ഷണം താങ്കൾക്കുണ്ടോ? അദ്ദേഹത്തിനെതിരെ പാർട്ടിയുടെ പല ഫോറത്തിലും അതിശക്തമായിട്ടുള്ള വിമർശനം മുൻപില്ലാത്തതുപോലെ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയൊക്കെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ അടിയുറച്ച പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യത്തെ അവരുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് പാർട്ടി തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 35 സീറ്റ് മാത്രമായിട്ട് LDFന് നിലവിൽ നിയമസഭയിൽ കിട്ടിയിരിക്കുന്ന 10 വർഷത്തിന് ശേഷം ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു റിവൈവലിലേക്ക് പാർട്ടിക്ക് പോകുന്നതിന് വേണ്ടി ഒരുപക്ഷെ അത് അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നുണ്ടാകും. അത് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ED എടുക്കുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് കോൺഗ്രസിൻ്റെയും ആരോപണമെങ്കിലും അത് ED ആയതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല. അത് മന്ത്രി ശ്രീ K മുരളീധരൻ്റെ പ്രസ്താവനയിൽ നമ്മളിത് കാണുകയും ചെയ്തതാണ്. EDയോട് ഞങ്ങൾക്ക് വലിയ മതിപ്പില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ ED എന്ത് കാര്യമാണോ അന്വേഷിക്കുന്നത് ആ കാര്യത്തിൻ്റെ മെറിറ്റിൽ കോൺഗ്രസിന് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കടക്കം അല്ലെങ്കിൽ ശ്രീ മാത്യു കുഴൽനാടനൊക്കെ തന്നെ നിയമസഭയിൽ അത് ഉന്നയിക്കുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പൂർണ്ണമായിട്ടും EDയെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് കഴിയില്ല, പൂർണ്ണമായിട്ട് തള്ളാനും കഴിയില്ല. ആ ഒരു സാഹചര്യത്തിനെ മുതലെടുക്കുന്നതിന് വേണ്ടി കൂടി ഒരുപക്ഷെ ഇപ്പോൾ ഒരു റിവൈവൽ മോഡിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് ഇത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ശ്രീ പിണറായി വിജയനുള്ള ഡയറക്റ്റ് ഒരു പിന്തുണയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ശക്തമായ പ്രതിപക്ഷമായിട്ട് ഇവിടെ നിൽക്കുകയാണ്, ഞങ്ങളെ വേട്ടയാടുകയാണ്. അത് കോൺഗ്രസും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ BJPയും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയുടെ അല്ലെങ്കിൽ ആ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനായിട്ടുള്ള മതിയായ സമയമില്ലാത്തപ്പോൾ പോലും ഈ CPMന്റെ പല നേതാക്കന്മാർ പല ജില്ലകളിൽ നിന്ന് പല സ്റ്റേറ്റുകളിൽ നിന്ന് പ്രതികരിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഈ ഒരൊറ്റ ടോണാണ്. അവരെല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. അതായത് റിയാലിറ്റി എന്ന് പറയുന്നത് ഹൈക്കോടതി ഇന്നലെ സ്റ്റേ വെക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് എന്നിരിക്കെയും അവർ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും ഒരു ഒത്തുകളിയാണ് എന്ന മട്ടിലാണ്. അല്ല, അത് മാത്രമല്ല ശ്രീ പണിക്കർ, ഇവിടെ എല്ലാ നേതാക്കളും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞല്ലോ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്. ഈ ചോദ്യമാണ് എല്ലാ CPM നേതാക്കളും പറയുന്നത്. ഒരക്ഷരം മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും പറയുന്നില്ല എന്നതുമുണ്ട്. അല്ല, അത് നാച്ചുറലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് ഇത് ഒരു ഇരുതലയുള്ള വാളാണ്. കാരണം ഒരു കണക്കിന് നോക്കിയാൽ അവർക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു തീരുമാനമായിരിക്കും. പക്ഷേ അത് അവരുടേതായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമല്ല, കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ EDയുമായി ബന്ധപ്പെട്ട പല അന്വേഷണവും കോൺഗ്രസ് നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റു പല ഘടകകക്ഷികളും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ തന്നെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് എൻഡോഴ്സ് ചെയ്യാനായിട്ട് അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കേരളത്തിന് പുറത്തു പറയാത്ത ഈ ഒരു കാര്യം മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിനും അവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനും ഒന്നും BJPയുടെ കേന്ദ്ര ഏജൻസികൾക്ക് യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ഡീലുണ്ട്, BJPയും CPMും തമ്മിലൊരു ഡീലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള നടപടികൾക്ക് പോകാത്തത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ റിയലിസ്റ്റിക്കലി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭരണത്തിലില്ലാത്ത പിണറായി വിജയനെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇങ്ങനെ പ്രതിസന്ധിയിലാക്കിയത് കൊണ്ട് പൊളിറ്റിക്കലി ഒരു തരത്തിലുള്ള ബെനിഫിറ്റും CPMന് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അദ്ദേഹത്തിന് ഭരണമില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു മൈനോറിറ്റി പാർട്ടിയായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വർദ്ധിത വീര്യത്തോടു കൂടി പോയി കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ്ങോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്കോർ സെറ്റിൽമെന്റോ ഒന്നും തന്നെ സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി നടപടിക്രമങ്ങളുടെ ഭാഗമായി വന്നതാണെന്ന് തന്നെ ഇപ്പോൾ പറയാമില്ലേ? കാരണം ഇന്നലെ ഹൈക്കോടതി അനുമതി കൊടുത്തു, അതോടുകൂടി EDയുടെ അന്വേഷണം. അല്ലാതെ ഈ ഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ, രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടൽ, അതേക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അബ്സല്യൂട്ട്ലി ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിലേക്ക് പോകാം. നേരത്തെ ശ്രീ സിബി സത്യൻ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കാരണം നേരത്തെ EDക്ക് ഇത് അന്വേഷിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ EDയുടെ ഒരു പ്രാരംഭം, അതായത് അവരുടെ കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടുണ്ട്, ECIR, എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അവർ 2024 മാർച്ച് മാസം അവസാനമാണ്. മാർച്ച് 27 28 മറ്റോ ആണ്. അന്നാണ് PMLA അവർ ചാർജ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനാദ്യം അവർ ചെയ്തിരിക്കുന്നത് മറ്റുള്ള അന്വേഷണ ഏജൻസികളിൽ നിന്ന് അവർ ഈ ഫൈനാൻഷ്യൽ റെക്കോർഡ്സും മറ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ്സും എല്ലാം അവർ സ്വീകരിച്ചതിന് ശേഷം വെരിഫൈ ചെയ്തു. പക്ഷേ ആ ഏപ്രിലിൽ അതിന് തൊട്ടടുത്ത്, അതായത് 4 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ CMRL ഉൾപ്പെടെ അവർ സമൻസ് ഇഷ്യൂ ചെയ്തിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് തന്നെ CMRL കോടതിയിൽ പോയിരുന്നു.
അത് ആലോചിച്ച് നോക്കണം. അതല്ലാതെ അവർക്ക് റെയ്ഡ് ചെയ്യാനോ മറ്റോ ഉള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ആ സമയത്ത് തന്നെ അത് പോയിരുന്നു. അന്ന് ഉണ്ടായിരുന്ന സ്റ്റേ ആണ് ഇപ്പോൾ 2 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ശരിയാണ്. ശ്രീ വെമ്പായ നസീർ, ഇതാണ് ആ കേസിന്റെ നാൾ വഴി. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പായി എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കൾ, അവർ ഇടതുപക്ഷ തീർത്തും അടിവരയിട്ട് പറയുക ഇടതുപക്ഷ വിരുദ്ധർ തന്നെയാണ്. BJP സഹയാത്രി എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. ബഹുമാന്യരായ ഏറ്റവും കൂടുതൽ ബിജെപിയുടെ കടുത്ത അതൊക്കെ വർത്തമാനത്തിൽ അറിയാം. BJP അങ്ങനെയാണെന്ന് വർത്തമാനത്തിൽ അങ്ങനെ പറയണ്ട മഞ്ജുഷ, അങ്ങനെ പറയണ്ട. BJP സഹയാത്രികരും ഇടതുപക്ഷ കടുത്ത വിരുദ്ധരുമായ എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ, അവർ കക്കമ്പടി തന്നെ മുള്ള മുതൽ മൂർക്കം പാമ്പ് വരെ ചാടി ഇറങ്ങിയിരിക്കുകയാണ്. പിണറായിക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഇവരൊക്കെ 10 വർഷം ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവരൊന്നും ഇങ്ങനെ കൈ ചൂണ്ടി മുഖ്യമന്ത്രി സംസാരിക്കുമായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ മുള്ള മുതൽ മൂർക്കം പാമ്പ് വരെ കേരളത്തിൽ നിന്ന് തലസ്ഥാനത്ത് വരെ ചാടി ഇറങ്ങി ഇദ്ദേഹത്തിനെതിരെ. ഇന്ന് കണ്ടിലെ ജനങ്ങളാണ് ഇദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധം തീർത്തുകൊണ്ട് പിണറായി വിജയൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത്. ഇന്ന് എനിക്ക് ഇങ്ങോട്ട് കണക്കൂട്ടത്തത് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. റോഡ് മൊത്തം ബ്ലോക്ക്, ജനങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സംഭവം തോറ്റ്, ഇടതുപക്ഷം തോറ്റ്, സമ്മതിച്ചു, തോറ്റുപോയി. 35-ലെത്തി, സമ്മതിച്ചു, ഇടതുപക്ഷം തോറ്റുപോയി. സാർ ഒന്ന് അടങ്ങിയിരിക്കും സാറേ എന്ന് പറയും. ഇടതുപക്ഷത്തെ കൊത്തി വലിച്ചു കീറാനും ഇടതുപക്ഷത്തെ തറയിട്ട് ചവിട്ടി മതിക്കാനും വിട്ടു തരില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ റോട്ടിലിറങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയനെ ഒന്ന് രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് പറഞ്ഞിറങ്ങിയത് ഇടതുപക്ഷ ആൾക്കാർ മാത്രമല്ല, CPIM-ന്റെ ആൾക്കാർ മാത്രമല്ല, LDF-ന്റെ ആൾക്കാർ മാത്രം, ജനങ്ങളാണ് സാർ, ജനങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഇന്ന് ഇന്ന് അന്വേഷണം നടത്തി വല്ലതും കിട്ടിയോ? പിണറായി പറഞ്ഞു, ED ഉദ്യോഗസ്ഥർ പറഞ്ഞു കിട്ടിയോ? ഒന്നും എഴുതി വെച്ചിട്ട് പോകണം. പിണറായി വിജയൻ പേപ്പർ ഇട്ടോടത്തിന് പറഞ്ഞു എന്റെ വീട്ടിൽ റിലീസിന്റെ അവസാനം വെമ്പായ നസീർ പറയട്ടെ എന്തൊക്കെ സേവനങ്ങളാണ് വീണയുടെ കമ്പനി ശ്രീജിത്ത് പണിക്കർ സാറേ, എന്തെങ്കിലും കിട്ടിയോ? പിണറായി വിജയന്റെ വീട് എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിനെതിരെ സേവനം എന്താണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒന്നും കിട്ടിയില്ല. അതാണ് പിണറായി വിജയൻ ഇന്ന് ശക്തനായി ഭരണമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ഭരണമില്ലാത്ത പ്രതിപക്ഷ മുഖ്യമന്ത്രി വിജയനാണെന്ന് നല്ല നെഞ്ച് വിരിച്ച് നിന്നുകൊണ്ട് പത്രക്കാരെ മുമ്പ് അഭിമുഖിച്ചുകൊണ്ട് പറഞ്ഞു വല്ലതും കിട്ടിയോ? അല്ല ശ്രീജിത്ത്, ഈ വല്ലതും കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഈ ബാങ്ക് രേഖകൾ എന്നൊക്കെ പറയുന്നത് അത് വലിയ പിടിച്ചെടുത്തു എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് പിന്നീട് വിലയിരുത്തേണ്ടി വരും. അതിൽ വിലയിരുത്തലും വരും, ട്രാൻസാക്ഷൻ. അല്ല, ഇപ്പോൾ വെമ്പായ നസീർ അത് വെല്ലുവിളിക്കുന്നുണ്ട് പല സമയത്തായിട്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് റെയ്ഡ് എന്ന് പറയുന്നത്. നടപടിക്രമമാണ്. ശ്രീ വെമ്പായം നസീർ, നാളെ ശ്രീ പിണറായി വിജയനെ ED കോർട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനായിട്ട് വിടുകയാണെങ്കിൽ പോലും അതിൽ നിർണായകമാകാൻ സാധ്യതയുള്ള, ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ മകളെ കുറ്റവിമുക്തയായിട്ട് വിടുകയാണ് എങ്കിൽ പോലും അതിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു കാര്യം തെളിവ് ഒന്നും തന്നെ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ റെയ്ഡിൽ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല എങ്കിൽ അത് അവർക്ക് ഗുണപരമായിട്ട് വരികയുള്ളൂ. നേരെ മറിച്ച് അവരുടെ അവിടെ റെയ്ഡ് നടക്കാനേ പാടില്ല എന്ന് താങ്കൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാകുന്നില്ല. റെയ്ഡ് നടക്കുന്നല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് സംഘപരിവാറിന്റെ കണ്ണിലെ ഏറ്റവും വലിയ കാരണം മുഖ്യ ശത്രുവാണ് ഇടതുപക്ഷമാണ്. സാമ്പത്തിക ഉപരോധം സാറിന് അറിയാലോ സാർ, സാമ്പത്തിക ശ്വാസം മുട്ടിച്ചവരാണ് ഈ കേന്ദ്ര സർക്കാർ. സാർ ഒരു മിനിറ്റ്, മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കേസ് വന്നാൽ റെയ്ഡ് വേണ്ട എന്നൊരു അഭിപ്രായം ഒറ്റ സെക്കൻഡ് സാർ, ഇതിന് മറുപടി പറയോ? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നാൽ അവിടെ ED റെയ്ഡ് ചെയ്യാൻ പാടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല സാർ. ഒറ്റ സെക്കൻഡ്. ഈ കുടുംബത്തെ അല്ല, പിന്നെ ഒരു കാര്യം കൂടി, ED ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞ് ഓടിക്കണം എന്നുള്ള കാര്യം കല്ലെറിഞ്ഞവിടെ വരട്ടെ. അല്ല, കല്ലെറിഞ്ഞതിനെ താങ്കൾ എന്തുകൊണ്ട് അപലപിക്കുന്നില്ല?
ഒറ്റ സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. ഈ കാറിലൊരു വനിതയും ഉണ്ടായിരുന്നു. മഞ്ജുഷ ഒരു മിനിറ്റ്. ഈ കുടുംബത്തെ വേട്ടയാടുന്ന ഇന്നലെയല്ല മകന്റെ പേരിൽ, ഈ വിവേകം എന്ന് പറഞ്ഞ പിണറായിയുടെ മകന്റെ പേരിൽ മകനും അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് ഇതുപോലെ അന്വേഷണത്തിൽ എന്തായി? ഒരു അന്വേഷണത്തെയും ഭയക്കുന്നില്ല. അന്വേഷണത്തിന് പിണറായി വിജയൻ രണ്ടേ രണ്ട് ചോദ്യം മാത്രമേ ഉള്ളൂ. അത് താങ്കൾ ഒന്ന് കേട്ടിട്ട് മറുപടി പറയണം. ആ രണ്ട് ചോദ്യം. ഒന്ന്, വീണ വിജയനെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ED അവരുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യണ്ട എന്നാണോ താങ്കളുടെ അഭിപ്രായം? രണ്ട്, വീണ വിജയൻ CMRL കൊടുത്ത സേവനങ്ങൾ എന്താണ്? അത് മറുപടി പറഞ്ഞാൽ മതി. സാർ, ഈ SFIO ആരാണ് നിയന്ത്രിക്കുന്നത് അറിയാം സാർ? BJPയുടെ കയ്യിൽ. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്താണ്? കണ്ടെടുത്തോ? അതുകൊണ്ടാണോ കല്ലെറിഞ്ഞത്? അല്ല, കല്ലെറിഞ്ഞത് CPIM-ന്റെ ആൾക്കാരല്ല. പിന്നെ കല്ലെറിഞ്ഞ അതിൽ നുഴഞ്ഞു കയറിയ മറ്റാരാണ്? അത്രയും നേതാക്കൾ അവിടെ നിൽക്കുമ്പോൾ നുഴഞ്ഞു കയറണമെന്നുണ്ടെങ്കിൽ വല്ലാത്ത തൊലിക്കെട്ട് തന്നെയാണ്. ജനങ്ങൾ എത്രത്തോളം ജനങ്ങൾ ഒറ്റ സെക്കൻഡ് ജനങ്ങൾ ഈ പിണറായി വിജയനെ എത്രത്തോളം സ്നേഹിക്കുന്ന തെളിവാണ് ഇന്ന് ജനം റോട്ടിലിറങ്ങിയത്. ഇന്ന് റോട്ടിലിറങ്ങിയത് കണ്ണൂർ കണ്ടില്ലേ? ഇടപക്ഷ ആൾക്കാരെ ജനങ്ങളെ റോട്ടിലിറങ്ങിയ സംഭവം തോറ്റുപോയി. മുഖ്യമന്ത്രി പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയമായി പോക്കൽ നടത്തുകയാണ്. പിണറായി വിജയൻ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ ജനങ്ങളാണ്. പിണറായി വിജയൻ നിങ്ങളെ വേട്ടയാടി, അദ്ദേഹത്തിന്റെ ഭാര്യയെ വേട്ടയാടി, അദ്ദേഹത്തിന്റെ മകളെ വേട്ടയാടി, അദ്ദേഹത്തെ മരുമോൻ, നിങ്ങൾ മരുമോൻ എന്ന മുഹമ്മദ് റിയാസിനെ വേട്ടയാടിയില്ലേ? ഈ കുടുംബത്തെ എത്ര നാള് മുതൽ സാറെ നിങ്ങൾ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഈ കേന്ദ്ര സർക്കാർ ഏജൻസികളെ വെച്ചുകൊണ്ട് മറ്റുള്ളവരുണ്ട്. ശ്രീ സിബി സത്യൻ, ഇവിടെ ഈ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ എന്ന് പറയുവാനുള്ള അവകാശം CPM-ന് ഉണ്ട് കേട്ടോ. കാരണം പല ഏജൻസികൾ വന്ന് പോയതാണ്, വട്ടമിട്ട് പറന്നതാണ്. എന്ന് വെച്ചാൽ ഈ അന്വേഷണം നടത്താൻ പാടില്ല എന്നൊന്നില്ല. പക്ഷെ ഇതൊരു പ്രതിരോധം തീർക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് കേസില് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആള് വരെ അകത്തായി അല്ലേ? എന്നിട്ട് അതിനകത്ത് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ് നടക്കുകയോ മുഖ്യമന്ത്രിയുടെ വസതിയിൽ റെയ്ഡ് നടക്കുകയോ ഒന്നും ഉണ്ടായില്ലല്ലോ. കാരണം അന്നൊക്കെ വളരെ കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും നടക്കില്ല എന്ന ധാരണകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, പിണറായി വിജയൻ രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും ദുർബലനായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ദുർബലനായിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ശ്രീ വെമ്പായം നസീറിനെ പോലൊരു ആൾക്ക് ഇവിടെ വന്ന് ഇത്രയും വികാരഭരിതനായിട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തതിന് ഈ ED അല്ലേ? ഞാൻ ചോദിക്കുന്നത്, എത്രയോ വർഷം മുമ്പ് നടന്ന ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു മാസപ്പടി കേസ്, അതിനകത്ത് ഒരു 2-2.5 വർഷം മുമ്പ്, 3 വർഷത്തോളം മുമ്പ് ഇതിനകത്തൊരു വിധിന്യായം വരുന്നു. ആ വിധിന്യായത്തിനകത്ത് ഈ 3 വർഷത്തിന് ശേഷം ഇവര് വീട്ടിൽ ഇതിന്റെ രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ ആ തെളിവുകളൊക്കെ സുരക്ഷിതമായി ട്രങ്ക് പെട്ടിയിൽ വെച്ച് അവിടെ കൊണ്ടുവച്ചു. അത് അന്വേഷിക്കാനായിട്ട് ED അവിടെ വന്ന് റെയ്ഡ്. ഇതൊക്കെ പ്രഹസനമല്ലേ സാറേ? ഇതൊക്കെ വെറും പ്രഹസനമല്ലേ? ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞ ഈ റെയ്ഡ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഡേ പിണറായി വിജയനെ പൊളിറ്റിക്കലി സംരക്ഷിക്കുക, വിക്ടിമൈസ് ചെയ്യുകയാണ് എന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പിണറായി വിജയന്റെ പതനം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക്, ഗാലറിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ബോൾ പ്ലേ ചെയ്യുക. രണ്ടാമത്, അതേസമയം തന്നെ പിണറായി വിജയന് ഒരു കൃത്യമായ പൊളിറ്റിക്കൽ അസൈലം ഒരുക്കി കൊടുക്കുക. കാരണം മുഴുവൻ പാർട്ടിയുടെയും പിന്തുണ അതിന്റെ പിന്നാലെ കൊണ്ടുവന്നിട്ട് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ നസീർ നേരത്തെ പറഞ്ഞു, ജനരോഷം കൊണ്ട് റോഡിലിറങ്ങാൻ വയ്യ ട്രാഫിക്കിന്. അടുത്ത 5 വർഷം ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അത് ജനരോഷം കൊണ്ടല്ല, മറിച്ച് ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കുക, കഴിഞ്ഞ ഞങ്ങളെ ഭരണത്തിൽ നിന്ന് ഇറക്കിയതിന് അടുത്ത 5 വർഷവും ഞങ്ങൾ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്ന CPM-ന്റെ ഒരു ശാഠ്യത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന് വിചാരിച്ചാൽ മതി. ജനങ്ങളല്ല ശ്രീ വെമ്പായം നസീർ, ഇത് ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ഈ പറഞ്ഞ നിങ്ങളല്ലേ പറഞ്ഞത് ഖുർആനിൽ നിന്ന് സ്വർണം കടത്തുകയാണ്. KT ജലീലിന്റെ പേരിൽ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു വരുത്തി. KT ജലീലിന്റെ പേരിൽ സൗദി അറേബ്യയിൽ ഈത്തപ്പഴത്തിനകത്ത് സ്വർണ്ണ കുരു വരുന്നു, ഖുർആനകത്ത് വരുന്നു, സംസം വെള്ളത്തിനകത്ത് സ്വർണ്ണം കടത്തി കൊണ്ടുവരുന്നു, പിണറായി വിജയന് കൊണ്ടുവരുന്നു. എന്തെല്ലാം നുണ അടിച്ചിറക്കിയിട്ട് അവസാനം എന്ത് പറ്റി? ചീട്ട് കൊട്ടാരം പോലെ ആ നുണകളെല്ലാം ഭസ്മമായി പോയില്ലേ? പിന്നീട് അറിഞ്ഞ നുണയാണെന്ന് പിന്നീട് ജനം തിരിച്ചറിഞ്ഞില്ലേ? പിണറായി വിജയനെ കേന്ദ്ര ഏജൻസികൾ സംരക്ഷിച്ചു എന്നുള്ള കാര്യമാണ് അതാണ് വന്നത്. എന്താ മഞ്ജുഷ ഈ ചോദ്യത്തിനകത്ത് ഇതിനകത്ത് ഇപ്പോഴും അറസ്റ്റിലായത്
ഇപ്പോഴും അറസ്റ്റിലായത് കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഈ സ്വർണം കടത്താൻ സഹായിച്ച ആൾക്കാരാണ്. ആര് കടത്തി, ആർക്ക് വേണ്ടി കടത്തി, ഈ രണ്ട് കൂട്ടരും ഇപ്പോഴും ഇതിനകത്തില്ല. മനസ്സിലായോ? ഇതിനകത്ത് ശിവശങ്കരൻ കടത്തിയിട്ടില്ല, സ്വപ്ന സുരേഷ് കടത്തിയിട്ടില്ല, അതുപോലെ അറസ്റ്റിലായ 3-4 പേര് കടത്തിയിട്ടില്ല. അവർ ഈ കടത്തുകാരെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആരാണ് അവിടെ നിന്ന് അയച്ചത്, ആരാണ് ഇവിടെ വാങ്ങിച്ചത്? ഇത് രണ്ടും ഇല്ലാത്ത ഒരു വിചിത്രമായ കേസാണത്. എന്തുകൊണ്ട് അവിടെ നിന്ന് പോയില്ല? നിങ്ങൾ സ്വപ്നരെ കഥ പറഞ്ഞ് എന്തെല്ലാം അന്ന് പ്രചരണങ്ങൾ നടത്തി, എന്നിട്ട് പിണറായി സർക്കാർ രണ്ടാമത് ജയിച്ച് കയറിയോ? ഈ ഒന്നാം പിണറായി കൊറോണ എന്ന് പറയുന്ന മഹാവ്യാധി ലോകത്തെ ആ കാലഘട്ടത്തിൽ പിടികൂടിയില്ലായിരുന്നെങ്കിൽ, എല്ലാ മനുഷ്യരും വീടുകളിൽ ഈ മാസങ്ങളോളം അടയ്ക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അതിന് കൃത്യം 6 മണിക്ക് കുരങ്ങിനും ആനയ്ക്കും പശുവിനും ഒക്കെ വെള്ളം കൊടുക്കണമെന്ന് പറയുന്ന ആഹ്വാനവുമായിട്ട് പിണറായി വിജയൻ എല്ലാ ദിവസവും 6 മണിക്ക് PR ഏജൻസി എഴുതി കൊടുക്കുന്ന രേഖ വായിച്ച് കേരളത്തിലെ ജനങ്ങളുമായിട്ട് ഒരു ട്രോമ ബോണ്ടിങ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ഒരിക്കലും വരില്ലായിരുന്നു എന്ന് മാത്രമല്ല, ശ്രീ പിണറായി വിജയൻ 5 വർഷം മുമ്പേ പ്രതിപക്ഷ നേതാവാകുമായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങ് മലയാളികളെ കൊച്ചാക്കയാണ് ചെയ്യുന്നത്. ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിക്കൽ സൈക്കോളജിക്കൽ ടേം ആണ്. ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിക്കൽ ഇഷ്യൂ ആണ്, സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ സാറേ, കിറ്റ് കൊടുത്ത് അധികാരത്തിൽ വന്ന് മലയാളികളെ, നമ്മളടക്കമുള്ള മലയാളി അങ്ങ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കിറ്റ് കൊടുത്ത് രണ്ടാം അധികാരത്തിൽ വന്നു, കിറ്റ് കൊടുത്ത് രണ്ടാമത് പരിഹസിക്കണമല്ലോ. പരിഹസിക്കണമല്ലോ. എവിടെയെങ്കിലും എത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ, അതോ മറ്റ് അന്വേഷണങ്ങൾ പോലെ ആവിയാകുമോ ഇതും, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം? ഈ അന്വേഷണവും ഒരിടത്തും എത്താനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഇതിൽ ED കാണിച്ച പോലൊരു മണ്ടത്തരം വേറൊന്നുമില്ല. കാരണം ഇപ്പോൾ വീട്ടിൽ വന്ന് റെയ്ഡ് ചെയ്തുകൊണ്ട് വേറെ ഒന്നും കിട്ടാൻ പോണില്ല എന്നുള്ളത് സാധാരണ പോലീസുകാരന് പോലും മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലെ അഡ്വൈസ് കിട്ടുന്ന ഒരാൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു സാധനവും ഇത്തരത്തിലുള്ളത് സൂക്ഷിക്കുകയില്ല. അതിനൊക്കെ ഉള്ള ബുദ്ധി, അതിൻ്റെ അപ്പുറത്തെ ബുദ്ധി പിണറായി വിജയനുണ്ട്. ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഈ സംഭവം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ബൂസ്റ്റായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയെ സമരത്തിനുള്ള അവസരം കൊടുത്ത് തോൽപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അതിനേക്കാൾ നല്ലത് ഭരണം കൊടുക്കുന്നതാണ്. ഭരണം കൊടുത്താൽ മാർക്സിസ്റ്റ് പാർട്ടി വെട്ടിലായി പോകും. അവർക്കറിയില്ല ഭരിക്കാൻ. ഭരിച്ചാൽ അവർ കുഴപ്പം കാണിക്കും. പിന്നെ ബംഗാളിൽ പറ്റിയത് അതാണ്. 30 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചപ്പോൾ പിന്നെ ജനം വെറുത്തുപോയി, പിന്നെ രക്ഷയില്ലാതായിപ്പോയി. പക്ഷേ സമരത്തിനുള്ള അവസരം കൊടുത്താൽ അവർ കത്തിക്കയറും. ഇപ്പോൾ അതാണ് കണ്ടത്. പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അവിടെ ആ ഒരു അക്രമം നടത്താതിരുന്നെങ്കിൽ കുറേ കൂടെ ജനത ഇവരുടെ കൂടെ നിന്നേനെ. ഇപ്പം സാധാ ജനങ്ങൾ ഈ അക്രമം കണ്ടപ്പോൾ പേടിച്ചുപോയി. അവർ പറഞ്ഞു, ഇത് ഇങ്ങനെ അക്രമം കാണിക്കുകയാണെങ്കിൽ ഈ പാർട്ടി ഇത് ശരിയാവില്ലല്ലോ. ഇനിയിപ്പം 5 വർഷവും സി സത്യം പറഞ്ഞ പോലെ ഇനി 5 വർഷവും ഇവിടെ നിരന്തര സമരവും നിരന്തര അക്രമവും ആണെങ്കിൽ ഇത് സഹിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ കയ്യും കാലും കെട്ടി പിന്നെ അവിടെ പാർട്ടി ഓഫീസിൽ വന്ന് യാചിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേരള പോലീസിൻ്റെ ഈ EDക്കെതിരെയുള്ള അന്വേഷണം ഒന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ CBI വരും. EDക്കെതിരെയുള്ള അന്വേഷണം എന്തെങ്കിലും അപാകത വന്നാൽ അത് CBIയുടെ ഒരു എൻക്വയറിക്ക് സാധ്യത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ നടപടികളിൽ എല്ലാം ഒരുപാട് അപാകതകൾ കേരള പോലീസിന് സംഭവിച്ചിട്ടുണ്ട്. കേരള പോലീസ് ഈ കാർ അടിച്ച് തറക്കുന്നവരെ അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർക്ക് ഇതിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ടല്ല, ഇത് രാവിലെ മുതൽ ഏതാണ്ട് 2 മണി വരെ അവിടെ സംഘർഷഭരിതമായൊരു സാഹചര്യം നിൽക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതാണ് കേരള പോലീസെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ടും അവിടെ പടച്ചട്ടി അണിഞ്ഞ് നിന്നതല്ലാതെ അവരാരും ഈ വാഹനം ഒന്നും തടുക്കാനോ ഒന്നും പോയില്ല. അപ്പോൾ അടിച്ച് തകർക്കട്ടെ എന്ന് തന്നെയാണ് അവരും വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടപെടാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. എന്ത് വെട്ടിത്തമാണ് സാറേ, നേരത്തെ ഭരിക്കാൻ അറിയില്ല. എന്താ സാറേ ഇതൊക്കെ? ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്ന ചർച്ച, അങ്ങേ പോലുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ അത് ജനം കേട്ടാ ചിരിക്കും. ചിരിച്ചോട്ടെ. വിചാരിച്ചോ, ഭരണത്തിൽ നേരിടുന്നത് പോലെ സമരത്തിൽ നേരിടാൻ പോയാൽ അപകടം തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് നല്ലത്, പോലീസിന് നല്ലത്. പക്ഷേ ക്രിയേറ്റഡ് സമരം ഉണ്ടല്ലോ, അത് മാർക്സിസ്റ്റ് പാർട്ടി വീട്ടിലാക്കും. അവർ നിങ്ങൾ അങ്ങോട്ട് അവസരം കൊടുത്തില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് സമരം ക്രിയേറ്റ് ചെയ്യും. അത് ജനങ്ങളെ വെറുപ്പിക്കും. അതിന് ഉള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അങ്ങോട്ട് ചെന്ന് സമരത്തിനുള്ള അവസരം കൊടുത്താൽ തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടി അത് ഓരോ നിമിഷവും മുതലാക്കി
തലയിൽ കയറും. ഈ അടുത്ത ഒരു 6 മാസത്തിനകം കേരളത്തിൽ വേറൊരു അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടതെന്ന് തോന്നിക്കുകയും ചെയ്യും. BJP എന്ന് പറയണം സാറേ. BJPക്ക് പറയണം. അപ്പൊ എല്ലാ ചർച്ച കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. BJPക്ക് ഇതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയുന്ന യാതൊന്നുമില്ല. BJPക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന യാതൊന്നുമില്ല. അവരിതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ED ഇന്നലെ മുതലല്ല അന്വേഷണം, വളരെ നാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. ആ അന്വേഷണം അവർ തുടർന്നു പോകും. ഇനി അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മമത കാണിച്ചതുപോലെ EDയെ എതിർത്തുകൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് വെച്ചാൽ അതും CPMന് ഗുണം ചെയ്യുന്നതല്ല. പക്ഷേ അക്രമം കാണിച്ചു വന്നാൽ അത് CPMന് ദോഷമായിട്ട് വരും. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ചോദ്യം, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ED ഉദ്യോഗസ്ഥരെ CPM ആക്രമിച്ചത് അനുകൂലിക്കാവുന്നതാണോ? ആണെന്ന് 16% മാത്രം, അനുകൂലിക്കാൻ പറ്റില്ലെന്ന് 82%. വേണ്ടിവരും അവസാനിക്കും.